വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതിന് സാഹസികമായി ബസ് തടഞ്ഞ് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡ് റോഡിൽ കിടന്നായിരുന്നു ബസ് തടഞ്ഞത്. കോഴിക്കോട് കുന്നമംഗലം റൂട്ടിലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഈ കണ്ടില്ലേ, നമ്മുടെ ഹോംഗാർഡ് വണ്ടിയുടെ മുന്നിൽ കയറിയും കിടന്നു. അതാണ് കളി. നമ്മൾ സൂപ്പറായി. ഹോംഗാർഡ് താരം കോഴിക്കോട് നിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേർന്നു. അങ്ങനെ ഒറ്റ കിടപ്പ കിടന്നെങ്കിലും ആ കിടപ്പിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഹോംഗാർഡ് ഒന്ന് കിടന്നാൽ അതിന് 1000 അർത്ഥങ്ങളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ കിടപ്പ് കിടന്നത്. ഇങ്ങനെ കിടക്കാൻ ആൾക്ക് തയ്യാറായി കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ബസ്സിലെ പല ഡ്രൈവർമാരെ നേരെയാക്കാൻ പറ്റും. കുട്ടികളെ കയറ്റാതെ, ഇത്രയധികം കുട്ടികളെ കയറ്റാതെ, കാര്യം കുട്ടികളെ കാണുന്ന തന്നെ ഒരു ചതുർത്ഥി അവർക്ക്. കാരണം ഈ കൺസെഷൻ ടിക്കറ്റാണ്, വണ്ടി നിറച്ച ആൾ കാണും, ബാഗ് നോക്കും, പൈസ കാണത്തില്ല. അതാണ് അവരുടെ പ്രശ്നം. അതിന് ഇതാണോ വേണ്ടത്? കുട്ടികളെയൊക്കെ മഴയത്ത് നിർത്തുക, കയറ്റാതെ പോകുക, അതൊക്കെ നാട്ടിലെ പ്രശ്നമാണ്. ഗൂഗിൾ കെ വേണുഗോപാൽ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പറയുന്നു. ഈ ഹോംഗാർഡ് ആൾ പുലിയാണല്ലോ ഗൂഗിളെ. എസ് കെ, അത് തന്നെയാണ്, ആള് പുലിയാണ്. ഒരുപക്ഷെ ഇയാൾക്ക് ഇത്തരത്തിലുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കുട്ടികൾ ബസ്സിൽ പോകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടയാളാണ്. ഈ കോഴിക്കോട് കുന്നമംഗലത്ത് നിന്ന് പാളയത്തേക്ക് പോകുന്ന നിയ എന്ന് പറയുന്ന ബസ്സിന് മുമ്പിലാണ് ഈ ഹോംഗാർഡ് ഈ രീതിയിൽ, അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്, എന്റെ നെഞ്ചത്തുകൂടി വണ്ടി കയറ്റു എന്നൊക്കെ പറയുന്ന ആക്ഷൻ ആ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിനെ കൈയടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് ഒട്ടുമിക്ക വിദ്യാലയങ്ങളുടെ മുമ്പിലും ഉണ്ടാവുന്നുണ്ട്. കാരണം കുട്ടികളെ കയറ്റാതെ പോവുക, അല്ലെങ്കിൽ കുട്ടികളെ ബസ് സ്റ്റോപ്പിന് കുറച്ചധികം ദൂരത്ത് കൊണ്ടുപോയി നിർത്തുക, അതിനുശേഷം കുട്ടികൾ ഓടി വരുമ്പോൾ വീണ്ടും ബസ് എടുത്ത് കൊണ്ടുപോകുക, ഇത്തരത്തിലുള്ള ക്രൂരതകൾ സ്വകാര്യ ബസ്സുകാർ എന്തായാലും വിദ്യാർത്ഥികളോട് കാണിക്കുന്നുണ്ട്. അതിലൊരു പ്രതിഷേധം, കനത്ത പ്രതിഷേധം മാത്രമല്ല, അത് റോഡിൽ കടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അനുകരണീയമായിട്ടുള്ള ഒരു മാതൃകയാണ്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മുമ്പിൽ ഇത്തരത്തിലുള്ള ഹോംഗാർഡുകളൊക്കെ ഉണ്ട്. വിദ്യാർത്ഥികളുടെ റോഡ് മുറിച്ചു കടക്കാനും അല്ലെങ്കിൽ ബസ് കയറ്റാനും ഒക്കെ ഇത്തരത്തിൽ ഹോംഗാർഡുകളുണ്ട്. ഒരുപക്ഷെ അവിടെ നിത്യസംഭവമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. എന്തായാലും ഈ ഹോംഗാർഡിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികളെ കയ്യടിയോടുകൂടി വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നു. ഈ ദൃശ്യം 24 കൂടി നമ്മൾ പുറത്തുവിടുമ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ആ ഹോംഗാർഡിന് ഒരു സല്യൂട്ട് അടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വിദ്യാർത്ഥികൾ നാളത്തെ വാഗ്ദാനങ്ങളാണ്, വളർന്നു വരുന്ന തലമുറയാണ്. അവരോട് ഈ രീതിയിലല്ല പെരുമാറേണ്ടത് എന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ ഈ പ്രകടനത്തിൽ കൂടി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വിദ്യാർത്ഥികളെ ഒരിക്കലും അകറ്റി നിർത്തേണ്ട ആളുകളല്ല, അവരെ കൈപിടിച്ചുയർത്തേണ്ടതാണ്. ആ ബോധ്യം ഈ ഹോംഗാർഡിന് ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വൈകിട്ടാണ് സംഭവം. കുന്നമംഗലത്താണ്, കോഴിക്കോട് കുന്നമംഗലം ഭാഗത്തുനിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ബസ്സിന് മുമ്പിൽ കിടന്നായിരുന്നു ഇദ്ദേഹം ഇത്തരത്തിലൊരു പ്രകടനം നടത്തിയത്. എന്റെ ശരീരത്തിൽ കയറ്റാതെ അല്ലെങ്കിൽ എന്റെ നെഞ്ചത്തു കൂടി അല്ലാതെ ഇവിടെ നിന്ന് ഈ ബസ് കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല, കുട്ടികളെ കയറ്റാതിരുന്നാൽ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു ഗൂഗിൾ കെ വേണുഗോപാൽ. എന്നാലും അദ്ദേഹത്തിൻ്റെ മാർഗം ശരിയല്ലെങ്കിലും ലക്ഷ്യം ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാർഗത്തെ നമുക്ക് അങ്ങനെ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഈ ഡ്രൈവർക്ക് ലേശം വിവരം ഒന്ന് പിഴച്ചാൽ ആക്സിലേറ്ററോട് കാലമർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വണ്ടിയുടെ മുന്നിൽ കയറി കിടക്കുന്ന പരിപാടി നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട. എന്നാൽ ഈ സ്വകാര്യ ബസ്സുകാരോട് നമുക്ക് പറയാനുള്ളത്, കുട്ടികൾ, വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകുമല്ലോ. അപ്പോൾ അവർ കൺസെഷൻ ടിക്കറ്റുമായിട്ട്, സ്റ്റുഡൻറ്റ് കൺസെഷൻ ടിക്കറ്റുമായിട്ടൊക്കെ യാത്ര ചെയ്യാൻ നിൽക്കുമ്പോൾ അവരെ കയറ്റാതെ പോവുക എന്നൊക്കെ പറയുന്നത് ശരിയല്ല. നിങ്ങൾക്ക് ചാർജ് വർദ്ധിപ്പിക്കണമെങ്കിൽ സർക്കാരിനോട് സംസാരിച്ച് കൂട്ടാൻ ശ്രമിക്കുക. അതല്ലാതെ കുട്ടികളെ ശിക്ഷിക്കുകയല്ല വേണ്ടത്.